അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഒന്നാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് റാഹത്തല്ലേ? അല്ലാഹു തആല സന്തോഷം, റാഹത്തും ഇസ്സത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. രണ്ടാമത്തെ പാർട്ടിന്റെ 14-ാമത്തെ പാഠത്തിലാണ് നമ്മളുള്ളത്. അൽ വഹദത്തു റാബിഅ അശറ. ഇവിടെ കാണുന്ന ചിത്രം നല്ല പരിചയമുള്ള ചിത്രമാണ്. കുരുമുളക്. നല്ല മുളക് എന്നും പറയലുണ്ട്, കുരുമുളകും എന്നും പറയാറുണ്ട്. ഇത് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നല്ല കാരമുണ്ടാകും. ഇത് നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്നതിനും കറി പദാർത്ഥങ്ങൾ ഉണ്ടാക്കുന്നതിനൊക്കെ വേണ്ടിയും ഉപയോഗിക്കാറുണ്ട്. നമ്മളുടെ ഇന്ത്യ രാജ്യത്താണ് ഏറ്റവും കൂടുതൽ കുരുമുളക് ഉണ്ടാകുന്നത്. മറ്റുള്ള നാടുകളിലേക്കെല്ലാം നമ്മളുടെ നാട്ടിൽ നിന്നാണ് ഈ വസ്തുക്കൾ പോകാറുള്ളത്. ഈ കുരുമുളകിനുള്ള അറബിയിലുള്ള പേരാണ് ഫലാഫിൽ. എന്താ പറയാ? ഫലാഫിൽ. ഒന്നുകൂടി പറയൂ, ഫലാഫിൽ. ജലാഉൻ, ജലാഉൻ. ഇലാജുൻ, ഇലാജുൻ. ഫലാഹുൻ, ഫലാഹുൻ. ദലാലുൻ, ദലാലുൻ. സുലാലുൻ, സുലാലുൻ. ആലാഇ, ആലാഇ. ഹലാലൻ, ഹലാലൻ. ഹുലൂലുൻ, ഹുലൂലുൻ. ജലീലിൻ, ജലീലിൻ. ഒന്നുകൂടി വായിക്കൂ. ഫലാഫിൽ, ജലാഉൻ, ഇലാജുൻ, ഫലാഹുൻ, ദലാലുൻ, സുലാലുൻ. ആലാഇ, ഹലാലൻ, ഹുലൂലുൻ, ജലീലിൻ. ലാമലിഫ്, ലാമലിഫ്. ആദ്യം ഇവിടെ ലാം എഴുതിയിട്ടുണ്ട്, പിന്നെയാണ് അലിഫ്. അതേപോലെയാണ് ലാമലിഫ് എന്നുള്ളതായ ഈ അക്ഷരവും. മനസ്സിലായല്ലോ? ഈ ലാം അലിഫ് എഴുതുന്നതായ രീതിയാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇവിടെ മുതൽ ഇങ്ങനെ തുടങ്ങി ഇങ്ങനെ ഇവിടെ അവസാനിക്കണം. ഇത് ഇവിടെ ഇങ്ങനെ തുടങ്ങി എന്നിട്ട് മുകളിൽ നിന്നും താഴോട്ട് വരണം. നഖറ, വായിക്കുക. ആലാഉൻ, ബിലാദുൻ, ഖുലൂദുൻ, ദലീലുൻ, ജല്ല, കുല്ലുൻ, സ്വല്ലി, ഫല്ലാഹുൻ. നർസുൻ. ഇതിന്റെ മുകളിലായിട്ട് എഴുതുക. ലാമലിഫ് എഴുതുന്ന രൂപം കണ്ടില്ലേ? ലാം ആദ്യം എഴുതണം, എന്നിട്ട് അലിഫ് അതിന്റെ മുകളിൽ എഴുതണം. ലാമ് പിന്നെ അലിഫ് അതിന്റെ മുകളിലാണ് എഴുതേണ്ടത്. ഇങ്ങനെ ഈ മുഴുവൻ അക്ഷരങ്ങളും എഴുതേണ്ടതാണ്. ഇവിടെ പറയുന്നതായി ഈ ലാമുകൾ. ഈ ലാം അലിഫിന്റെ രൂപം ഇങ്ങനെയാണ്. ഇവിടെ മുതൽ തുടങ്ങി ഇങ്ങനെ വന്ന് ഇവിടെ വന്നു, എന്നിട്ട് ഇങ്ങോട്ട് നേരെ മുകളിലേക്ക്. മനസ്സിലായില്ലേ? ഇങ്ങനെ തുടങ്ങി ഇങ്ങോട്ട് വന്നു, നേരെ മുകളിലേക്ക്. ഈ രീതിയിലാണ് നമ്മൾ ലാം അലിഫ് എഴുതാറുള്ളത്. നക്തശിഫ്, ലാമലിഫ്. ലാമലിഫ് മിനൽ ഖുർആൻ. ഖുർആനിൽ ഒരുപാട് ലാമലിഫുകൾ വന്നിട്ടുണ്ട്. ഹാഉലാഇ എന്ന് പറയുമ്പോൾ എവിടെയാണ് ലാമലിഫ്? ഇതാണ്. സഞ്ചബീലൻ, ഇവിടെയാണ് ലാമലിഫ്. ലാ യുഖ്റജൂന, എവിടെയുണ്ട് ലാമലിഫ്? നിങ്ങൾക്കറിയാലേ? ഇതാണ്. അലാ യളുന്നു, എവിടെയുണ്ട്? വെരി ഗുഡ്. അഫലാ തഅഖിലൂന, എവിടെയുണ്ട്? ശരിയാണ്. സ്വബ്റൻ ജമീല, എവിടെയുണ്ട് ലാമലിഫ്? അവസാനത്തിലുണ്ട്. അപ്പൊ നല്ല ഇതുവരെ നമ്മൾ പഠിച്ചതായ പാഠങ്ങളുടെ ചില ചിത്രങ്ങൾക്കുള്ളതായ പേരുകൾ എഴുതേണ്ടതാണ്. നക്തുബുൽ അസ്മാ, പേരുകൾ എഴുതുക. ഇതെന്താണ്? ലബീൻ. കാണുന്നുണ്ടോ നിങ്ങൾക്ക്? എവിടെയുണ്ട് ലബീൻ?
യെസ്, ഇതാണ് ലബിൻ. ഇതെന്താണ്? ഖാബിസ്. ശരിയാണ്. ഇതോ ശുബാഖ്. ഇത് കാഴ്ബ. ഈ പേരുകളാണ് നമ്മൾ ഇവിടെ എഴുതേണ്ടത്. കാഴ്ബ എന്ന് ഇവിടെ എഴുതണം. ഇവിടെ ശുബാഖ് ഇത് എഴുതണം. ഇവിടെ ഖാബിസ് എഴുതണം. ഇവിടെ ലബിൻ എന്നുള്ള പേരുകൾ നമ്മൾ കൃത്യമായി എഴുതേണ്ടതാണ്. നഖ്റഉ മിനൽ ഖുർആൻ. ഖുർആനിൽ നിന്ന് വായിക്കുക. ഇല്ലാ ഖലീലൻ ഹല്ലാഫിൻ അഗ്ലാലൻ ആലാഇ ബലാഉൻ നുസുലൻ. നല്ല രീതിയിൽ വായിക്കുകയും എഴുതുകയും ചെയ്യണം. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.